ഇന്നൊരു കൂട്ടുകറി ആട്ടോ ഉണ്ടാക്കുന്നേ. നമ്മള് ഓണത്തിന് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കി, അവിയലുണ്ടാക്കി, മൂന്നാമത്തെ ഐറ്റം ആട്ടോ കൂട്ടുകറി. ഒന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് ഞാൻ ആദ്യം കടല എടുത്തേക്കണേ. കടല വെള്ളക്കടലയാണ്. വെള്ളക്കടല ഒരു കപ്പാ വെള്ളക്കടല എടുത്തേക്കണേ. അപ്പൊ വെള്ളക്കടല എടുക്കാൻ കാര്യം അത് നന്നായിട്ട് പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് വെള്ളക്കടല എടുത്തത്. പിന്നെ മറ്റേ കറുത്ത കടല വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ കുമ്പളങ്ങ, അതും ഒരു കപ്പ് കടല, ഒരു കപ്പ് കുമ്പളങ്ങ, എല്ലാം സ്ക്വയർ ആയിട്ട് തന്നെ അരിയണം. പിന്നെ ചേന അതുപോലെ തന്നെ ഒരു കപ്പ്, അതും സ്ക്വയർ ആയിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് ഏത്തക്കായ തൊണ്ട് കളഞ്ഞിട്ട് അതും അതുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട്, ആ ഒരു വലിപ്പത്തിൽ തന്നെ. അതും ഒരു കപ്പാണ്. പിന്നെ എടുത്തേക്കുന്നത് പടവലങ്ങ ഒരു കപ്പ് തന്നെ, അതും അതേ അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. എല്ലാം ഒരേ അളവിൽ, അതായത് ഒരു കപ്പ്, എല്ലാം ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ശർക്കര, പിന്നെ ഒരു ചെറിയ കഷ്ണം കായം കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 മതിയാവും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അത് സാധാരണ പറയുന്ന പോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണത്. രണ്ട് നിറച്ച് ഞാൻ മൊത്തം ഒഴിച്ചില്ല കേട്ടോ, അത് മതിയാവും. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പൊ നമുക്ക് അരപ്പിനുള്ള തേങ്ങ തയ്യാറാക്കാം. കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, വെന്തിട്ടില്ല, വേവട്ടെ. കറി വേവുന്ന സമയത്ത് ഒരു 4 വറ്റൽമുളകും ഒരു 3 ടീസ്പൂൺ കുരുമുളകും കൂടി ഒന്ന് വറുത്തെടുക്കണം. അത് പൊടിച്ചിട്ട് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഒന്ന് വറുത്തെടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ, 2 അല്ല കേട്ടോ, 3 ടീസ്പൂൺ ഇടാം ഉഴുന്നുപരിപ്പ്. ഇതൊന്ന് വറുത്തെടുക്കണം. ഇനി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ ആട്ടോ എടുത്തേക്കുന്നത്. അതൊന്ന് വറുത്തെടുക്കണം. അത് ഈ കൂടെ ഇടാം. അത് ഞാന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് വറുത്ത് കിട്ടാനും ഒരേ സൈസിലായതുകൊണ്ട് നമുക്കത് ഒരേപോലെ വറുത്തെടുക്കാനും ഒക്കെ സൗകര്യമാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് വറുക്കുവാണെങ്കിലേ. അപ്പൊ ഇതൊന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുക്കണം കേട്ടോ. ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ ഉണ്ടോ? ഈ ഒരു ഇതാണ്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് വേണത്. ഇത്ര ഒരു 3/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കണം. ബാക്കി നമുക്ക് അരച്ചെടുക്കാം. 1/4 ഭാഗത്തോളം എടുത്ത് അരയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോവരുത്.
വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചു വെച്ചേക്കുന്നത് ചേർത്തു. ആ കൂടെ തന്നെ നമ്മള് പൊടിച്ചു വെച്ചേക്കുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കുരുമുളകും വറ്റൽമുളകും കൂടെ പൊടിച്ചല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. പാകത്തിന് വെന്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കേട്ടോ. കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഈ ഒരു അളവിന് 2 ഗ്ലാസ് വെള്ളം മതിയാവും. അപ്പൊ കറക്റ്റ് വേവാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തേക്ക് വറുത്തിടാനുള്ളത് ഇടാം. തേങ്ങ വറുത്ത അതേ ചീനിച്ചട്ടി തന്നെയാണ്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോ 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, അതിലേക്ക് നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉഴുന്നും കൂടി ആദ്യം വറുത്തല്ലോ, അത് ഇട്ട് കൊടുക്കുവാണ്. അതും ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പാത്രം ചെറുതാണ്, ചെറിയ ഉരുളിയാട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരളവ് കറക്റ്റ് ആട്ടോ. എനിക്ക് ഓണത്തിനൊക്കെ കുറച്ചുണ്ടാക്കാനായിട്ട്. ഇത്തിരി ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, മൂടി വെച്ച്. ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത ഈ ഒരു അളവിന് ഉപ്പ് കറക്റ്റ് ആണ്. എന്നാലും നിങ്ങളൊന്ന് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കി ചെയ്യണം. അപ്പൊ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്താണേലും അഭിപ്രായം എന്നോട് പറയണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.